ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഞാനിന്ന് ഇവിടെ എത്തിയിട്ടുള്ളത് നല്ലൊരു സിമ്പിളായിട്ടുള്ളൊരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. ഈവനിങ്ങിലൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പെട്ടെന്ന് തന്നെ ഇനിയിപ്പോൾ ഒരു ഗസ്റ്റൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പെട്ടെന്ന് നമുക്ക് ഗോതമ്പ് പൊടിയൊക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് പോകാം വീഡിയോയിലേക്ക്. ആദ്യം ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നമുക്കൊരു കപ്പ് ഗോതമ്പ് പൊടി ഇട്ടെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ചെറിയ ജീരകവും ഏലം ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ കൂട്ടി പൊടിച്ചതാട്ടോ. പഞ്ചസാര ഞാൻ പൊടിയാൻ വേണ്ടിയിട്ടാണ്. ജീരകം അധികമൊന്നുമില്ല, ഒരു നുള്ളു ജീരകം എന്ന് അറിയില്ല അങ്ങനെ. പിന്നെ ഒരു മുട്ടയും ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 2-3 പിടി തേങ്ങയും ഒരു 2 നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെ കാണുന്ന കുഞ്ഞ് ബെല്ലൈക്കനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഞാൻ 3 ഓപ്ഷൻ വരും. അതിൽ മുകളിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഞാനിടുന്ന എല്ലാ വീഡിയോസും അപ്പോഴേക്കപ്പം കിട്ടുന്ന കേട്ടോ. ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഞാൻ എത്രയും നല്ല 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 സിമ്പിളായിട്ടുള്ള ഒരുപാട് റെസിപ്പികൾ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോസും എൻ്റെ ചാനലും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ബാക്കിലേക്ക് ഒന്ന് പോയി നോക്കിയാൽ മതി. അപ്പോൾ നല്ല നല്ല റെസിപ്പികളുണ്ട് കേട്ടോ. എല്ലാവർക്കും യൂസ്ഫുള്ളായിട്ടുള്ള റെസിപ്പികൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറേശ്ശും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ പാകമില്ലാന്ന് തോന്നി, അപ്പോൾ നമുക്ക് കുറേശ്ശും കൂടെ അങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. പിന്നെ എനിക്ക് ഓർമ്മ വന്നത് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണമെന്ന്. അപ്പോൾ ഞാൻ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ ലാസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആദ്യം വെള്ളം ഒഴിച്ചൊക്കെ കഴിഞ്ഞ് സെറ്റ് ആയതിന് ശേഷമാണ് ഞാൻ ഇട്ട് കൊടുത്തത്. പിന്നെ ആദ്യം തന്നെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു കളർ കിട്ടും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത്രയും സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. കാരണം വേറെ ഒന്നുമില്ലല്ലോ. പൊടി എടുക്കുക, അതിലേക്കൊരു മുട്ട ഉണ്ട് പാര, വേറെ ഒന്നും ചെയ്യാനില്ല. കുറച്ച് തേങ്ങ ചരക്കിയത് ഇട്ടെടുത്ത് നന്നായിട്ട് കുഴക്കുക, ഫ്രൈ ചെയ്യുക, അത്രയേ ഉള്ളൂ പണി. അപ്പോൾ നമുക്ക് ചൂടായ എണ്ണയിലേക്ക് പൊരിച്ചെടുക്കാം. തിരിച്ചു മറിച്ചിടാം. അധികമൊന്നും ടൈം വേണ്ട ഫ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ട്. കുറച്ച് സമയം മാത്രം ഇരിക്കുമ്പോഴേക്കും നല്ല ബ്രൗൺ കളറായിട്ട് തന്നെ വരും. അപ്പോൾ നമുക്കത് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. ഇഷ്ടപ്പെടാമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങൾ മറക്കരുത് കേട്ടോ. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഒരു റെസിപ്പി ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, നല്ല ബ്രൗൺ കളറൊക്കെ ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.